അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹി ഖുദ് ബിഅയ്ദീനാ ഖല്ലത്തി ഹീലത്തുനാ ദിരിക്ന വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ വദ്ദുഹാ സൂറത്ത് മുതൽ നാസ് വരെ തക്ബീർ ചെല്ലണം എന്ന് നിർദ്ദേശമുണ്ടല്ലോ. അത് സുന്നത്താണല്ലോ. എന്നാൽ ഇത് നാം എപ്പോഴും വദ്ദുഹ മുതൽ നാസ് വരെ ഓതുമ്പോൾ സുന്നത്തുണ്ടോ? അതല്ല, അത് പ്രത്യേക സമയത്താണോ സുന്നത്ത് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ നാം വിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ, ഈ വദ്ദുഹ സൂറത്ത് ഓതിയാൽ, അലം നസ്റഹ് ഇങ്ങനെ അതിൻ്റെ താഴോട്ടുള്ള സൂറത്തുകൾ ഓതിയാൽ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ചെല്ലൽ സുന്നത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ് തക്ബീർ ചെല്ലേണ്ടത്. അപ്പോൾ ഈ തക്ബീർ ഖുർആൻ തീർത്തും ഓതുന്നവർക്കുള്ള സുന്നത്താണോ, അതല്ല ഓരോ സൂറത്ത് നമ്മൾ അതിന് താഴെയുള്ളത് ഓതുമ്പോൾ ആണോ എന്നതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഒന്നോ രണ്ടോ സൂറത്ത് മാത്രം ഓതുന്നവർക്ക് ഇത് സുന്നത്തില്ല. മറിച്ച് മഹാനായ ഷാഫി പണ്ഡിതയിൽ പ്രമുഖനായ ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ഖുർആൻ പാരായണത്തെ റമളാൻ വ്രതത്തോട് സാദൃശ്യപ്പെടുത്തുകയാണ് ഈ തക്ബീറിൻ്റെ ഉദ്ദേശം. റമളാൻ വ്രതത്തിൻ്റെ എണ്ണം പൂർത്തിയാക്കിയാൽ തക്ബീർ ചൊല്ലുന്നത് പെരുന്നാളിൻ്റെ അന്നാണ്. അപ്പോൾ എണ്ണം പൂർണ്ണമായും പൂർത്തിയാക്കിയാൽ അവിടെ തക്ബീർ ചൊല്ലുക എന്നതുപോലെ ഖുർആൻ സൂറത്തുകളുടെ എണ്ണം പൂർത്തീകരിക്കുമ്പോൾ തക്ബീർ ചൊല്ലുന്നു. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനം തെളിവ് ഹദീസിൽ നിന്നും ഇത് വ്യക്തമാണ്. ഇമാം ബൈഹഖിയും അതുപോലെ തന്നെ ഇബ്നു ഹുസൈമയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിശുദ്ധമായ ളുഹാ സൂറത്ത് മുതൽ നാസ് വരെയാണ് ഇങ്ങനെ തക്ബീർ ചൊല്ലേണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശം കൊടുത്തത് ഹദീസിലൂടെ നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ നാം ഇങ്ങനെ തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളത് ളുഹാ മുതൽ നാസ് വരെ പൂർണ്ണമായും ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കാം.